ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ നിങ്ങളുടെ മുന്നിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടോ. നിങ്ങളുടെ ആരെങ്കിലും ഫിഷിംഗ് റീൽ ഇങ്ങനെ ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. എൻ്റെ ഇപ്പോൾ ഒരു വർഷമായിട്ട് ഒടിഞ്ഞിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ ഇന്ന് എൻ്റെ തലമുറ തന്നൊരു ബുദ്ധിയത് കേട്ടോ ഗൈസ്. ആദ്യം നമ്മളപ്പോൾ അതിൻ്റെ ആ ഫ്രണ്ട് വശം ഉണ്ടല്ലോ റീലിൻ്റെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് റെഡിയാക്കി കൊടുത്താൽ നടുക്ക് നമ്മളൊരു ഹോൾ ഇട്ടായിരുന്നു കേട്ടോ ഗൈസ്. അതിനുശേഷം നമ്മുടെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കിൻ്റെ പോയപ്പോൾ നമ്മൾ കിട്ടിയാണ് ഈ ക്ലീറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ക്ലീറ്റ് മേടിക്കുക. ആ ക്ലീറ്റ് നമ്മളൊന്ന് ഫയൽ ചെയ്തെടുത്തിട്ട് ശേഷം നമ്മുടെ ആ റോഡിനകത്തോട്ട് കയറുന്ന രീതിക്ക് ഇതാക്കി എടുക്കുക. ഏകദേശം ടൈറ്റായിട്ട് കയറി നിൽക്കുന്ന രീതിക്ക് നമ്മളത് ഗ്രൈൻഡ് ചെയ്ത് നമ്മളത് എടുത്തു. കണ്ടോ ഗൈസ്? അത് അങ്ങനെ നിൽക്കും. നമ്മൾ രണ്ട് പീസാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ കറക്റ്റ് മുറുക്കി ഏകദേശം നമ്മുടെ റീലിൻ്റെ ആ ഒരു സാധനത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പ് വരെ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ വരെ കൊണ്ട് എത്തിക്കുക. അതിന് ശേഷമുള്ള നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീലിൻ്റെ ഈ ഒടിഞ്ഞു പോയ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ നേരെ അവിടെ വെച്ച് നമ്മൾ ഓൾറെഡി കിടുത്തിട്ടിട്ടുണ്ട്. അത് നേരെ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി വെച്ചതിന് ശേഷം ഒരു പെൻസിലോ പേനായിട്ട് നമ്മൾ ആ രണ്ട് ഹോളും മാർക്ക് ചെയ്യുക. കണ്ടോ? ഈ രണ്ട് ക്ലീറ്റയിലും രണ്ട് ഹോൾ നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ ആ ഹോളിൽ കൂടെ നമ്മുടെ ഒരു നട്ട് ബോൾട്ട് കയറി പോകാനുള്ള വലുപ്പത്തിൽ വേണം നമ്മൾ കിടുത്തിയിടാൻ വേണ്ടി. രണ്ടിനും ഞാൻ കിടുത്തിയിട്ടു. രണ്ട് ഹോളിൽ നമ്മൾ കിടുത്തിയതിന് ശേഷം അതൊന്ന് ഫ്രീ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം എന്നാലേ നമ്മുടെ നട്ട് ബോൾട്ട് കയറി കറക്റ്റായിട്ട് ടൈറ്റായിട്ട് അത് തിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് ഫ്രീ ആക്കി കൊടുത്തേക്കണം. അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് കയറി കൊടുക്കും. ഞാൻ അത് ഫ്രീ ആക്കി കൊടുത്തു. പിന്നെ ഗ്രൈൻഡ് ചെയ്തതിൻ്റെ തുമ്പൊക്കെ ഒന്ന് കറക്റ്റ് റെഡിയാക്കി കൊടുത്തു കേട്ടോ ഗൈസ്. നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിക്കാണല്ലോ. എന്നിട്ട് വേണം നമ്മൾ നേരെ അടിയിൽ കൂടെ സ്ക്രൂ വിട്ടു ഒരു പീസ് കയറ്റി മണ്ടക്കത്തെ പീസ് നമ്മൾ നേരെ കയറ്റുക. അതിനുശേഷം അതിൻ്റെ നട്ടിട്ട് നല്ലപോലെ മുറുക്കുക. ഞാനപ്പോൾ കൈകൊണ്ട് തന്നെ മുറുക്കിയിട്ട് ഗൈസ് അത് ശരിക്കും മുറുകിയില്ല. ഞാൻ പിന്നെ എന്നിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് ശരിക്കും ഞാൻ ടൈറ്റാക്കി മുറുക്കി. അപ്പോൾ നല്ലപോലെ സത്യം പറഞ്ഞാൽ അത് ടൈറ്റായിട്ടുണ്ട് കേട്ടോ ഗൈസ്. നല്ലപോലെ അത് മുറുകിയിട്ടുണ്ട്. അത് നല്ലപോലെ നമ്മൾ മുറുകിയതിന് ശേഷം ഇപ്പം തന്നെ നമ്മുടെ പരിപാടി പകുതിയും കഴിഞ്ഞു. അത് മുറുകിയതിന് ശേഷം നമുക്കിനി നേരെ നമ്മുടെ റോഡിലോട്ട് നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോഴാണ് നമ്മുടെ സാധനം ഇത്രയുള്ള സാധനം കണ്ടോ. രണ്ട് ക്ലീറ്റ് കൊടുക്കുക, ഹോള് കറക്റ്റായിട്ട് നോക്കിയിടുക, മാർക്ക് ചെയ്ത് തന്നെ ഇടണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറിപ്പോകും. അതിനുശേഷം നട്ട് ബോൾട്ടിട്ട് മുറുക്കുക. വേണ്ടേ നമ്മുടെ റോഡാക്കി ഇട്ട് വെച്ചാൽ നമ്മുടെ റോഡ് റെഡിയായി. കാരണം ഒരു റീൽ ഒടിഞ്ഞു പോയിട്ട് രണ്ടാമതൊരെണ്ണം മേടിക്കാൻ പൈസ അത് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് കാണും. അവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ എൻ്റെ ഈ തട്ടിക്കൂട്ട് വീഡിയോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അല്ലാത്തൊരു സത്യം പറഞ്ഞാൽ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പം രണ്ടാമതൊരെണ്ണം പുതിയതായിട്ട് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പം സംഭവം എന്താണ്ട് ഓക്കെ ആയിട്ടുണ്ട്. പഴയതിനേക്കാളിലും സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം നമുക്കത് പിടിച്ച് നോക്കുമ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ ഫിഷിങ്ങിന് പോകും, നമുക്കത് പിടിച്ച് നോക്കുമ്പോൾ പറയാം സാധനം ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക്